Kerala trolls. നാണം കെട്ടവളെ എന്ന് പറയാനായിട്ട് ഞാൻ രേണു സുധിയെ പോലെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന സമയത്ത് അവിഹിത ബന്ധത്തിൽ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ പ്രേമം അഭിനയിച്ച് അയാൾക്കൊപ്പം ഇറങ്ങിപ്പോയി അവന്റെ ഒപ്പം ഒളിച്ചോടി അങ്ങനെ കൊച്ചുണ്ടാക്കിയോളല്ല ആണല്ലോ. ഗർഭം മത്സരിപ്പിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ വേണം. ഇനിയിപ്പോ എന്തെങ്കിലും അസുഖമാണ്, എന്റെ കുട്ടിക്ക് വളർച്ച കുറവാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ പ്രസവിച്ച് വളർത്തു എന്നതിനപ്പുറം ഞാൻ നിന്നെ പോലെ ഒരു കൊടും ക്രിമിനൽ അല്ല. വയറ്റിൽ വളർന്ന കുഞ്ഞിനെ കൊന്നുകളയാനും മാത്രമുള്ള ഭ്രാന്ത് എനിക്കില്ല. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. നീ അത് ചെയ്തിട്ടുണ്ട്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? എന്നിട്ട് സ്ത്രീകൾ ഒന്നടങ്കം അത് ചെയ്യുന്നു എന്ന ഒരു നരേഷനും കൊണ്ടുവന്ന വൃത്തികെട്ട ജന്തുവാണ് നീ. നിന്നൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് രണ്ട് കാലും പിടിച്ച് പിടിക്കാതെ മോന്തിക്കിട്ട് ഒരക്കിയ വേണ്ടത്. നീ എന്നെ ഉപദേശിക്കാനായിട്ടില്ല. 100% ഞാൻ യോജിക്കുന്നു. ഷെഫീന ജീവിക്കുന്നത് വാടക വീട്ടിലാണ്. എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയ വീടാണ്. ഭയങ്കരമായ ആള്. നാട്ടുകാരുടെ ഭിക്ഷയിലല്ല ഞാൻ ജീവിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ കിടക്കുന്ന കട്ടിൽ, മെത്ത, തലയണ, ഉപയോഗിക്കുന്ന വസ്ത്രം ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഒക്കെ ഞാൻ സമ്പാദിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ലാതെ നാട്ടുകാരുടെ ഭിക്ഷയല്ല. എന്താ ഉറക്കം വരുന്നു. അപ്പോ നാണം കെട്ടവൾ ആരാണ്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എനിക്ക് അഭിമാനമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ സമ്പാദിച്ച പൈസ കൊടുത്ത് വാടകയ്ക്ക് ഞാൻ താമസിക്കുന്നത്. എന്റെ സ്വന്തം വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ എന്ത്? അതിലെ ഓരോ കല്ലും ഓരോ തരി മണലും എന്റെ വിയർപ്പിന്റെ ഭാരമാണ്. പിച്ചക്കാരികൾ ഷെഫീനായ എടി പൊടി എന്ന് വിളിച്ചാൽ വീട്ടിൽ കയറി ചെവിടടിച്ച് ഞാൻ പൊട്ടിക്കും. അടിച്ച് ഞാൻ പൊളിക്കുന്നില്ല. ഞാൻ അത് കൊണ്ട് മേൽക്കൊണ്ട് ചെവീന ബീവി എന്നങ്ങണം വിളിച്ച നാക്കാളി മോളെ എന്താ ചെയ്യുമെന്ന് എനിക്ക് തന്നെ ഒരു രൂപവും തിരിയുന്നില്ല കേട്ടോ. ഞാൻ എന്നെ കൊണ്ടോരൊന്ന് പറയിക്കരുത്. വെച്ച് മറ്റു മതവിഭാഗക്കാരോട് എനിക്ക് ശത്രുതയോ അവരെ വെച്ച് മുതലെടുക്കുന്ന പരിപാടിയോ എനിക്ക് ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്. ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ. ഒരു മറ്റു മതവിശ്വാസങ്ങളിലേക്ക് ചാടി കയറി അവരെ വലിപ്പിച്ച് അവരുടെ പൈസ വാങ്ങി നക്കിയിട്ട് അവരുടെ ബിഷപ്പിനെ തെറി വിളിക്കാനും മാത്രം ഭ്രാന്തില്ല. അങ്ങനെ ഭ്രാന്തിയല്ല ഞാന്. അപ്പുറവും ഇപ്പുറവും ബഹ്റിനിലും ദുബായിലും എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുറിക്കോയക്ക് തുണി പൊക്കി കൊടുക്കുന്ന ചരിത്രവും ഷെഫീന ബീബിക്കില്ല. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന തേർഡ് റേറ്റ് ക്രിമിനല് എന്റെ കാര്യം പറഞ്ഞിട്ട കാര്യമില്ല. മനസ്സിലായോടി? നീ വലിയവനാടാ. മേൽക്കൊണ്ട് എന്റെ വിഷയം നീ പറഞ്ഞാൽ കേൾക്കുന്ന ആരായിരുന്നാലും പോലീസുകാരായിരുന്നാലും ഇവളെ ഞാൻ വീട്ടിൽ കയറി തല്ലും. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു തർക്കവും വിചാരിക്കണ. എന്റെ വണ്ടി നിന്റെ മിറ്റത്തുണ്ടാവും, ഇടിച്ച് ഞാൻ പൊളിക്കും. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. മനസ്സിലായോ? എന്നെ നീ വഴക്കിന് വിളിക്കണ്ട. ഇത് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് വട്ടില്ല. അബദ്ധം പറ്റിയതല്ല. എന്ത് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? നിന്റെ എന്തു തോന്നിവാസത്തിനും ഞാൻ കൂട്ടു നിൽക്കും, മിണ്ടാതെ നിൽക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാറിയുടെ മോളെ പിച്ചക്കാരി, പിച്ചയെടുത്ത് ജീവിക്കുന്ന പിച്ചക്കാരി, വയറ്റിൽ കുരുത്ത സ്വന്തം കുഞ്ഞിനെ നാട്ടുകാരെ മുമ്പിൽ മാന്യയാവാൻ വേണ്ടിയിട്ട് അറുത്തും മുറിച്ചും കത്രികയിലിട്ട് പൂട്ടിയും കൊന്നു കളഞ്ഞ വിഷജന്തുവേ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.
എൻ്റെ കാര്യം നീ സംസാരിക്കണ്ട, നിന്റെ ചാനലിൽ കൂടെ എൻ്റെ പേര് നീ പറയണ്ട, മനസ്സിലായടി തക്കാളി. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്ത. പോട്ടട പാട്ടിയുടെ തേണ്ടിയുടെ മോനെ പട്ടിച്ചെന്റെ ഫെർണാണ്ടോ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.